രാജ്യം കണ്ട ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രക്ഷോഭമാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അത് BJP-യുടെ അടിത്തറ ഇളക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുന്നു. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കേണ്ട അവസ്ഥയിലേക്ക് വരെ വിദ്യാർത്ഥികളുടെ ഒരു സമരം എത്തിച്ചിരിക്കുന്നു. അപ്പോൾ നോക്കിക്കാണുമ്പോൾ BJP എന്ന് പറയുന്ന പാർട്ടിയുടെ യഥാർത്ഥത്തിലുള്ള ഒരു നാശം അല്ലെങ്കിൽ ഒരു ഏകാധിപത്യ ഭരണം എന്നൊക്കെ നമുക്കിപ്പോൾ വിശേഷിപ്പിക്കാവുന്ന രീതിയിൽ ആ ഒരു ഭരണത്തിനേറ്റ കനത്ത തിരിച്ചടിയല്ലേ ഈ ഒരു രാജി? തീർച്ചയായും വിദ്യ കനത്ത തിരിച്ചടി എന്ന് മാത്രമല്ല, BJP-യുടെ മോദിയുടെ അടിത്തറ ഇളകിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. കാരണം ഇത്രയധികം വലിയൊരു വിദ്യാർത്ഥി പ്രക്ഷോഭം രാജ്യം കണ്ടിട്ടില്ല. ആ രാജ്യത്തിന്റെ വൻ പ്രതികരണത്തിന്റെ, ആ പ്രക്ഷോഭത്തിന്റെ വൻ വിജയമാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. നമുക്കറിയാം, മാസങ്ങൾക്ക് മുമ്പ് ഈ വിദ്യാർത്ഥികളെ അധിക്ഷേപിച്ച് ഒരു പരാമർശം വന്നതാണ്. പാറ്റാക്കൂട്ടങ്ങൾ എന്നുള്ള രീതിയിൽ ഇന്ത്യൻ യുവത്വത്തിനാണ് ഇത്തരത്തിലൊരു പരാമർശം നേരിടേണ്ടി വന്നത്. ഈ യുവാക്കൾ സംഘടിക്കുകയായിരുന്നു. രാജ്യത്തെ യുവജനങ്ങൾ സംഘടിച്ച് കോക്രോച്ച് പാർട്ടി CJP എന്ന രീതിയിൽ ഒരു ഓൺലൈൻ പാർട്ടിയാണ് എന്ന് ഓർക്കണം. അപ്പോൾ അത്തരത്തിലൊരു കൂട്ടായ്മയൊക്കെ രൂപം കൊടുത്തവർ മുന്നോട്ട് പോവുകയായിരുന്നു. അതിനുശേഷം ജന്തർ മന്ദറിൽ പ്രക്ഷോഭം ആരംഭിച്ചു. പ്രതിഷേധം പതുക്കെ വ്യാപിച്ചു. തുടക്കത്തിൽ പ്രതിപക്ഷ പാർട്ടികളുടെ, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ ഒന്നും ഒരു സപ്പോർട്ട് അവർക്ക് കിട്ടിയിരുന്നില്ല. ഈ അടുത്ത ദിവസങ്ങളിലാണ് അവർ സപ്പോർട്ട് കിട്ടിയത് തന്നെ. ഒപ്പം വാങ്ചുക്ക് സമരം ആരംഭിച്ചു. പക്ഷേ ഇപ്പോൾ നമുക്ക് തുടക്കത്തിൽ പറയാം, ഇത്തരത്തിലുള്ള പശ്ചാത്തലങ്ങളുണ്ടെങ്കിലും BJP സർക്കാരിനെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് നരേന്ദ്രമോദിയുടെ ഏകാധിപത്യത്തിന് പറ്റിയ ഏറ്റവും വലിയ തിരിച്ചടി BJP-യുടെ തലക്കടി കിട്ടി എന്ന് വേണമെങ്കിൽ നമുക്ക് അസന്നിഗ്ധമായി പറയാൻ കഴിയും. ഇന്നലെ രാത്രി വരെ ഈ ഒരു രാജിയെ കുറിച്ച് ആരും പ്രതീക്ഷിക്കേണ്ട എന്ന് തന്നെയാണ് പ്രധാനമന്ത്രിയും ഒപ്പം തന്നെ വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്നത്തെ ഈ ഒരു പത്രസമ്മേളനം അല്ലെങ്കിൽ ഈ ഒരു രാജിക്ക് ശേഷം അദ്ദേഹം രാജിക്കത്തിൽ പറഞ്ഞിരിക്കുന്നത് വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ വിഷമം മനസ്സിലാക്കി തനിക്കത് ഉൾക്കൊള്ളാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് തന്നെ തനിക്ക് മാനസികമായി അത്രയേറെ വിഷമം ഉണ്ടാക്കി എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇന്നലെ രാത്രി വരെ ഇല്ലാത്ത വിഷമമാണ് ഇന്ന് പകല്. ഇതൊക്കെ ഈ തന്ത്രങ്ങളൊന്നും ഇനി ഫലിക്കില്ല എന്നുള്ളതാണ്. ഈ ഒരു ഒരു പ്രസ്താവന ഇപ്പോൾ വന്നതേ ഉള്ളൂ. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയോടനുബന്ധിച്ച് വന്ന ഒരു പ്രസ്താവന, ആ രാജിക്കത്തിൽ പറയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ രാജ്യം പുച്ഛിച്ചു തള്ളും എന്നുള്ളതാണ്. കാരണം നേരത്തെ വിദ്യാർത്ഥിനെ സൂചിപ്പിച്ച പോലെ 1 മാസത്തിലധികമായി വിദ്യാർത്ഥികൾ സമരം ചെയ്യുകയാണ്. ഇപ്പോൾ അത് കഴിഞ്ഞ ദിവസം പോലീസ് ലാത്തിചാർജും ഷെല്ലാക്രമണം, പീരങ്കി, അതുപോലെ തന്നെ കണ്ണീർവാതക പ്രയോഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ മറികടന്നും ഈ പോരാട്ടത്തിൽ സജീവമായി നിൽക്കുകയായിരുന്നു. ഈ വിദ്യാർത്ഥികളുടെ വിഷമങ്ങളൊന്നും കണ്ടില്ല. ഈ ഒരു നീറ്റിനോടനുബന്ധിച്ച് മാനസിക സമ്മർദ്ദത്തിൽ ഏർപ്പെട്ട എത്രയോ വിദ്യാർത്ഥിനികൾ ആത്മഹത്യ ചെയ്തു. അപ്പോഴൊന്നും ഇല്ലാത്ത മനോവിഷമം പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ടാണ് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ തോന്നിയത്. അത് പക്ഷേ ഇന്നിപ്പോൾ ചർച്ച നടക്കാനിരിക്കുന്ന സമയമാണ്. 3 മണിക്ക് വിദ്യാർത്ഥികളുമായി ചർച്ച വെച്ചിട്ടുണ്ട്. പക്ഷെ അതിന് മുൻപാണ് ഈ രാജി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, പല സംസ്ഥാനങ്ങളിലും, ചുരുക്കി പറഞ്ഞാൽ 8 സംസ്ഥാനങ്ങളിലോളം ഈ വിദ്യാർത്ഥി പ്രക്ഷോഭം നീണ്ടിട്ടുണ്ട്. വെടിവയ്പ് വരെ ഉണ്ടായിട്ടുണ്ട് ബീഹാറിൽ. അപ്പോൾ കൈവിട്ടു പോകുന്നു കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ പെട്ടെന്ന് വിദ്യാർത്ഥികളുടെ മനോവിഷമത്തിൽ പങ്കുചേരാൻ മറ്റു മാർഗമില്ല വിദ്യ. കാരണം എന്തെങ്കിലും ഒഴിവുകൾ പറഞ്ഞല്ലേ പറ്റുള്ളൂ. ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ സമ്മർദ്ദം മൂലം പ്രധാനമന്ത്രി ഒരിക്കലും ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല. കാരണം മോദിയെ സംബന്ധിച്ച് ഒഡീഷയിൽ നിന്നുള്ള നേതാവ് ധർമ്മേന്ദ്ര പ്രധാൻ ഒരുപാട് സഹായങ്ങൾ ചെയ്താണ്, പിന്തുണ നൽകിയതാണ്. അതുകൊണ്ട് തന്നെ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നതോട് മോദി ഒരിക്കലും അനുകൂലിച്ചില്ല. പിന്നെ BJP-യെ സംബന്ധിച്ച് BJP-ക്ക് അങ്ങനെ ഒരു ചരിത്രമല്ല, ഒരു രീതിയില്ല. എന്തെങ്കിലും ആരോപണങ്ങളൊക്കെ മന്ത്രിയെ കുറിച്ച് ഉയർന്നാലും വേണമെങ്കിൽ ഒരു വകുപ്പ് മാറ്റം, അതിനപ്പുറം ഒന്നും ചെയ്യാറില്ല. ഒരു രാജി എന്നുള്ളതൊന്നും ഇവരുടെ സ്വപ്നത്തിൽ പോലും ഇല്ല. അതൊന്നും അവര് ഒരു തരത്തിലും അംഗീകരിക്കില്ല. പക്ഷെ ഇന്ത്യൻ യുവ ജനതയ്ക്ക് മുന്നിൽ, അവരുടെ തിളയ്ക്കുന്ന ചോരയ്ക്ക് മുമ്പിൽ ഇവർക്ക് മുട്ടുമടക്കേണ്ടി വന്നു. പല വിധത്തിലുള്ള അടവുകൾ മോദി വയറ്റി നോക്കി. 2 ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. രാത്രി 12 മണിക്ക് ശേഷമൊക്കെയാണ് വീഡിയോ കണ്ടന്റ് ഇടുന്നത്. കുട്ടികൾ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലാണ്. കുട്ടികളെ ഇത്തരത്തിൽ ആകർഷിക്കൂ എന്ന് കേന്ദ്രമന്ത്രി അവരോട് നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. അവരോട് പഠിപ്പിക്കുകയാണ്, നിങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ റീല് ചെയ്ത് പഠിക്കൂ ഈ വൈകിയ വേളയിൽ. അപ്പോൾ അർദ്ധരാത്രി അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളൊക്കെയാണ് മോദിയുടെ അടുത്ത് വരുന്നത്. പറയേണ്ട ഒരു കാര്യം, നമ്മളുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് വളരെയേറെ പെർഫെക്ഷനിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് തന്നെ ഒരു കുട്ടി പോലും എടുക്കുന്നതിനപ്പുറം ഒരു ക്ലാരിറ്റി ഇല്ലാത്ത, അല്ലെങ്കിൽ ആ ഒരു കൃത്യമായിട്ടുള്ളൊരു ഫോക്കസ് പോലും ഇല്ലാത്തൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ അതിനർത്ഥം പ്രധാനമന്ത്രിക്ക് ഈ ഒരു കാര്യം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് സോഷ്യൽ മീഡിയയിൽ പറയണം എന്നുള്ളതായിരുന്നു. അല്ല, പ്രധാനമന്ത്രി കൂടുതൽ യുവജനങ്ങൾ സോഷ്യൽ മീഡിയയിൽ, പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാമിലാണല്ലോ സമയം ചെലവിടുന്നത്. അവരുടെ ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ കൂടുതൽ അറിയുന്നതും പ്രതികരിക്കുന്നതും സംവദിക്കുന്നതും ഒക്കെ
സോഷ്യൽ ഇൻസ്റ്റ പോലെയുള്ള മാധ്യമങ്ങൾ വഴിയാണ്. അപ്പോൾ അതിലേക്ക് താനും എത്തി, താനും ഒരു യുവാവാണ് എന്നൊക്കെ കാണിക്കാൻ വേണ്ടി യുവാക്കളോട് പ്രതികരിക്കണമെങ്കിൽ താൻ ആ മാധ്യമത്തിലൂടെ തന്നെ വരണം എന്ന് തീരുമാനിക്കുകയാണ്. എന്നിട്ട് അത്തരത്തിൽ തന്നെ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നു. ഇന്നലെ രാത്രിയിലും ഒരു വീഡിയോ ഇട്ടിരുന്നു, എല്ലാവർക്കും നന്ദി പറഞ്ഞു. ആദ്യം ഇട്ട വീഡിയോയ്ക്ക് മികച്ച പ്രതികരണം കിട്ടി. അതിന് ഫ്രണ്ട്സ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്, കൂട്ടുകാരെ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഭായിയും ബഹനോ എന്നൊക്കെ വിശേഷിപ്പിച്ചുകൊണ്ടിരുന്ന പ്രധാനമന്ത്രി, അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു ആ വാക്ക് കേൾക്കുമ്പോഴേ പേടിയായിരുന്നു ഇന്ത്യൻ ജനതയ്ക്ക്. അത്തരത്തിൽ ഫ്രണ്ട്സ് എന്ന് വിളിച്ചു തുടങ്ങുകയാണ് ഇൻസ്റ്റയിലൊക്കെ. കാരണം ആ രീതിയിലേക്ക് അങ്ങ് മാറാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ ഈ വിദ്യാർത്ഥികൾ അത് കണ്ട് വിമർശിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പ്രധാനമന്ത്രിയുടെ വിചാരം ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ തങ്ങളുടെ നിലപാടിലായി വരുത്തും എന്നുള്ളതായിരുന്നു. അവരുടെ നിലപാട് എന്താണ്? വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്നുള്ള ഉറച്ച നിലപാടാണ്. അപ്പോഴാണ് ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ തന്ത്രങ്ങളുമായൊക്കെ ഇത് ഏറ്റവും അവസാനത്തെ നിലനിൽപ്പിന്റെ ശ്രമങ്ങളാണ് നടത്തുന്നത്. പക്ഷേ അതൊക്കെ രാജ്യം പുച്ഛിച്ചു തള്ളി എന്നുള്ളതാണ്. എപ്പോഴും ഏതൊരു പ്രൊട്ടസ്റ്റ് അല്ലെങ്കിൽ ഏതൊരു പ്രതിഷേധം നടക്കുമ്പോഴും 10 കാര്യങ്ങൾ മുന്നോട്ട് വെച്ചാൽ അതിലൊരു 5 കാര്യങ്ങൾ സ്വീകരിക്കുക, 5 കാര്യങ്ങൾ തള്ളിപ്പോവുക എന്നുള്ളത് സ്വാഭാവികമായ ഒരു പ്രക്രിയയായിരുന്നു. അപ്പോൾ ഈ ഒരു കാര്യത്തിലും അത് തന്നെ സംഭവിക്കുമെന്നായിരിക്കും ഒരുപക്ഷെ കേന്ദ്രം ധരിച്ചിരുന്നത്. മന്ത്രിയെ മാറ്റുന്ന കാര്യം, വകുപ്പ് മാറ്റുന്ന അല്ലെങ്കിൽ മന്ത്രിയെ രാജിവെക്കുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട ബാക്കി കാര്യങ്ങൾ, കുട്ടികളുടെ മരിച്ചുപോയ വിദ്യാർത്ഥികളുടെ ധനസഹായം, അത് അംഗീകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികളെ മർദ്ദിച്ച പോലീസുകാർക്കെതിരെ നടപടിയെടുക്കാം, അതിലൊക്കെ ഏകദേശം ഒരു ധാരണ പറഞ്ഞു. പക്ഷേ മന്ത്രിയെ മാറ്റുന്ന കാര്യത്തിൽ മാത്രം ഒരു ധാരണയും ഉണ്ടായിരുന്നില്ല. പക്ഷെ അപ്പോഴും ഇവരത് തിരിച്ചു പിന്മാറുമെന്നായിരിക്കാം ഒരുപക്ഷെ കേന്ദ്രം ധരിച്ചിരുന്നത്. അതെ അതെ, ഇപ്പോൾ കോൺഗ്രസിന്റെ പിന്തുണ കൂടി വന്നപ്പോൾ CJP കൂടുതൽ ശക്തരായി എന്നുള്ളതാണ്. ഒരുപക്ഷെ പ്രത്യക്ഷത്തിൽ അവരോടൊപ്പം ചേർന്നില്ല എങ്കിൽ കൂടെ മറുവശത്ത് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിലും ഒക്കെയായി പ്രതിഷേധമുണ്ട്. രാജ്യവ്യാപകമായി കോൺഗ്രസും പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിരുന്നു, CJPയും പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിരുന്നു. ഇനി മറ്റൊരു ചർച്ചയ്ക്ക് കൂടി വന്ന്, അവസാന ചർച്ചയ്ക്ക് കൂടി വന്ന് തീരുമാനമെടുക്കുന്നതിന് പകരം ആ ഒരു കൂടിക്കാഴ്ചയിൽ ഒരുപക്ഷെ മോദിയും അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിമാരും ഒക്കെ വിറകൊണ്ടു എന്ന് വേണം കരുതാൻ. തീർച്ചയായും അത്തരത്തിലൊരു കൂടിക്കാഴ്ചയിൽ ഇനി എന്ത് സംസാരിക്കാനാണ്? ഈ വിദ്യാർത്ഥികൾ ഇതേ നിലപാട് തന്നെയായിരിക്കും അവർ ആവർത്തിക്കുക അവിടെ. അപ്പോഴും വീണ്ടും വാർത്തകൾ ഉണ്ടാകുക മാത്രമേ ഉള്ളൂ. അതിലും നല്ല സുരക്ഷിതമായി എത്രയും പെട്ടെന്ന് രാജിവെച്ചു പോവുക എന്നുള്ളത് നയമാണ്. അതിനൊരു മുടന്തൻ ന്യായവും കണ്ടെത്തി എന്നുള്ളതാണ് വളരെ വസ്തുത. ഇന്ത്യൻ യുവാക്കളുടെ ബുദ്ധിമുട്ടിൽ, ആശങ്കയിൽ വളരെ മനോവിഷമം തൊടുന്നു എന്നാണ് ധർമ്മേന്ദ്ര പ്രധാന് തോന്നുന്നത്. എന്തെങ്കിലും ധർമ്മമുണ്ടോ ഇക്കാര്യത്തിൽ? പിടിച്ചടക്കുന്നതിന് മുൻപ് ഇറങ്ങിക്കൊടുക്കാം എന്നൊരു അവസാനത്തെ 19ാമത്തെ അടവാണ് ഇവിടെ പറ്റി. തീർച്ചയായും. കാരണം രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്നു മറ്റൊരു ചർച്ച കൂടി വരുമ്പോൾ. പക്ഷെ അതിനു മുമ്പ് ഒരു തീരുമാനം പ്രഖ്യാപിക്കുക, ഞാൻ ചർച്ച പരാജയപ്പെട്ടിട്ട് രാജി എന്നതിലേക്ക് പോയാൽ അത് വേറൊരു നാണക്കേടാകും. അതെ അതെ തീർച്ചയായും ആ ഒരു നാണക്കേട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ആയിക്കോട്ടെ. പക്ഷേ രാജ്യത്തിന്റെ ആവശ്യം എന്താണ്? ഇന്ത്യൻ ജനതയുടെ ആവശ്യം എന്താണ്? യുവാക്കളുടെ ആവശ്യം എന്താണ്? ഒരു കാര്യം മനസ്സിലാക്കണം. ഈ പ്രതിഷേധം തുടങ്ങിയതിന് ശേഷമാണ് ഇപ്പോൾ 2-3 കാര്യങ്ങളാണ് പ്രധാനമായി ഉന്നയിച്ചത്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം, ഈ ആത്മഹത്യ ചെയ്ത കുട്ടികളുടെ ധനസഹായം, വീടുകൾക്ക് 1 കോടി രൂപ വീതം നൽകണം എന്നുള്ള ധനസഹായം, പിന്നെ ഇതിൽ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥർക്ക് നടപടിയെടുക്കണം എന്നുള്ള ആവശ്യങ്ങൾ വന്നു. ഇതൊന്നും നേരത്തെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇക്കാര്യത്തിൽ ഇപ്പോൾ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്നുള്ള കാര്യം നമുക്കൊന്ന് മാറ്റിവെക്കാം. സ്വാഭാവികമായും ഈ നീറ്റ് പരീക്ഷയിൽ അതിന്റെ സമ്മർദ്ദത്തിൽ മനം നൊന്ത് ആത്മഹത്യ ചെയ്ത ചെറിയ കുട്ടികളുടെ കാര്യത്തിൽ അവരുടെ കുടുംബങ്ങളുടെ ആശങ്കയിൽ ഏതെങ്കിലും തരത്തിൽ ഈ സർക്കാർ പങ്കുചേർന്നോ? അവരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സാമ്പത്തിക സഹായം നൽകാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഈ കഷ്ടപ്പെട്ട് പഠിച്ച ഒരു രാജ്യത്തിന്റെ ഭാവി, ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയായ കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്യുമ്പോൾ ആ കുടുംബങ്ങളെ ഏതെങ്കിലും തരത്തിലൊരു ആശ്വാസം നൽകാൻ കേന്ദ്ര സർക്കാർ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. എന്നിട്ടാണ് ഇപ്പോൾ ഈ സമ്മർദ്ദമൊക്കെ ആയി കഴിഞ്ഞപ്പോൾ, പ്രതിഷേധമായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വേണമെങ്കിൽ സഹായിക്കാം എന്നുള്ള നിലപാടെടുക്കുന്നത്. അത് മാത്രമല്ല, അവർ പറയുന്ന കാര്യം കേന്ദ്ര ഏജൻസികൾ തന്നെയാണല്ലോ ഈ ഒരു പരീക്ഷാ പേപ്പർ ചോർന്നു എന്നുള്ള കാര്യം കണ്ടുപിടിച്ചതെന്നാണ്. പക്ഷെ കണ്ടുപിടുത്തങ്ങൾ പല ഘട്ടങ്ങളിലും പല വർഷങ്ങളിലും നടന്നിട്ടുണ്ട്. പക്ഷെ അതിന് കൃത്യമായിട്ടുള്ളൊരു എന്താ പറയുന്ന ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയോ എന്ന് ചോദിച്ചാലില്ല. ഈ 2026 വിദ്യാർത്ഥികൾ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നു. ആ ഒരു കാര്യത്തിന് സൊല്യൂഷൻ ഉണ്ടാക്കിയെടുക്കാൻ എന്നുള്ളതാണ് ഏറ്റവും. ഈ 10 വർഷങ്ങളിലും ഈ ചോദ്യപേപ്പർ അതിന് മുൻപും ചോർന്നിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഈ 10 വർഷങ്ങൾ എന്തുകൊണ്ട് സർക്കാരിന് നടപടിയെടുക്കാൻ സാധിച്ചില്ല എന്ന് ചോദിച്ചാൽ വളരെ ദുർബല. ഈ ധർമ്മേന്ദ്ര പ്രധാൻ വിദ്യാഭ്യാസ മന്ത്രി എന്തിന് രാജിവെക്കണം എന്ന് ചോദിക്കുന്നവരുണ്ട്. ഇപ്പോൾ കേന്ദ്ര സർക്കാർ തന്നെ പറഞ്ഞാണ്, ഞങ്ങൾ നടപടിയെടുക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുന്നു. ഇനി മുന്നോട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്.
അത് എന്തിനാണ് ഇപ്പോൾ പറയുന്നത്? അല്ലെങ്കിൽ അതിന് തീർച്ചയായും നടപടികൾ സ്വീകരിക്കണം. ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ വേണം. നടപടികൾ വേണം. അതെ, ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ വേണം. ഇതിന് വിധേയരായവർക്കെതിരെ നടപടിയെടുക്കണം. അഴിമതി നടത്തിയവർക്കെതിരെ, കെടുകാര്യസ്ഥ നടത്തിയവർക്കെതിരെ നടപടിയെടുക്കണം. പക്ഷെ അതിനി മുന്നോട്ടുള്ള കാര്യം മാത്രമാണ്. ഇപ്പോൾ ഈ വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന കാര്യം എന്താണ്? അല്ലെങ്കിൽ ഒരു തെറ്റ് ചെയ്തവർ, അല്ലെങ്കിൽ ക്രമക്കേട് കാട്ടിയവർ, അല്ലെങ്കിൽ തങ്ങളുടെ ഉത്തരവാദിത്വം മര്യാദയ്ക്ക് നിറവേറ്റാതിരുന്നവർ, അക്കൂട്ടത്തിൽ കേന്ദ്രമന്ത്രിയും പെടും. അവർ രാജിവെച്ചൊഴിയണം. ആ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷ അനുഭവിക്കണം. അപ്പോൾ ഈ തെറ്റുകൾക്കൊന്നും ശിക്ഷ വേണ്ട, ഇനി വരാനിരിക്കുന്നതിന് മതി. അതിന് ഫാസ്റ്റ് ട്രാക്ക് കോടതികളും ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയൊക്കെ ആവാം. ഇപ്പൊ തന്നെ 47 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു, പറഞ്ഞു വിട്ടിരിക്കുന്നു, പിരിച്ചുവിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. കൂടുതൽ നടപടികളിലേക്ക് കിടക്കുന്നു എന്ന് പറഞ്ഞു. ഇവരൊക്കെ ഈ അഴിമതിക്കാരായ, അല്ലെങ്കിൽ ക്രമക്കേട് കാണിക്കുന്ന, ഇച്ഛാശക്തി ഇല്ലാത്ത ഈ ജീവനക്കാരെ, ഈ ഉദ്യോഗസ്ഥരെല്ലാം ഈ പ്രതിഷേധം ഉണ്ടായിരുന്നെങ്കിൽ ഈ സംവിധാനത്തിൽ ഇങ്ങനെ തുടർന്നു പോവുകയല്ലേ നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ എന്തുമാത്രം കാര്യങ്ങൾ ഈ ഒരു പ്രതിഷേധത്തിലൂടെ ഒരു ശുദ്ധികലശം ഏതൊക്കെ തരത്തിൽ വന്നിട്ടുണ്ട് എന്ന് നമുക്ക് അനുമാനിക്കാൻ കഴിയും. ഫിജി, ഒരു കാര്യം എടുത്തു പറയേണ്ടത്, ഈ നീറ്റ് എക്സാം എന്ന് പറയുന്നത് 20 ലക്ഷത്തോളം കുട്ടികൾ എഴുതുന്ന എക്സാമാണ്. അതിൽ 5% പേര് മാത്രമാണ് തിരഞ്ഞെടുക്കപ്പെടുന്നുള്ളൂ, അല്ലെങ്കിൽ അർഹരാകുന്നുള്ളൂ. ഇതിൽ 770 മാർക്കോളം വരുന്ന ചോദ്യങ്ങളിൽ 600 മാർക്കിന്റെ ചോദ്യങ്ങളും പുറത്തുള്ള ക്വസ്റ്റ്യൻ ബാങ്കുകളിൽ അവൈലബിൾ ആയിരുന്നു, അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ ബാങ്കുകളിൽ അതേ ചോദ്യങ്ങൾ തന്നെയായിരുന്നു എന്ന് പറയുമ്പോൾ അത്രയേറെ ഒരു ചോർച്ച അവിടെ നടന്നു, അല്ലെങ്കിൽ അത്രയും ഒരു കെടുകാര്യസ്ഥത അവിടെ സംഭവിച്ചു എന്നല്ലേ പറയേണ്ടത്. ഇത്രയും കുട്ടികൾ, അത്രയും അവരുടെ അധ്വാനത്തിന്റെ, കുട്ടികളുടെ അധ്വാനം മാത്രമല്ല, ഒരു കുടുംബത്തിന്റെ മൊത്തം അധ്വാനമാണ് ഒരു കുട്ടി നീറ്റ് എക്സാം എഴുതുന്നു എന്ന് പറയുന്നത്. അതിന് ഇത്രയും വില കുറച്ച് കാണാൻ ഒരു കേന്ദ്രത്തിന്, അല്ലെങ്കിൽ ഒരു സർക്കാരിന് സാധിച്ചു എന്ന് പറയുമ്പോൾ, ഈ ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കേണ്ടത് എന്തിനാണ് എന്ന് ചോദിക്കുന്നവർക്കുള്ള കൃത്യമായ മറുപടി അതിൽ തന്നെ ഇല്ലേ? തീർച്ചയായും ഈ കണക്കുകൾ, ഡേറ്റ അതാണല്ലോ സൂചിപ്പിക്കുന്നത്. ഈ എത്രമാത്രം പേപ്പർ ചോർച്ചയുടെ, ലീക്ക് ഉണ്ടായതിന്റെ പ്രശ്നങ്ങൾ, പരീക്ഷാ ക്രമക്കേടുകൾ നമുക്ക് അക്കമിട്ട് നിർത്തി പറയാൻ കഴിയും. ഇതുമൂലം സമ്മർദ്ദത്തിലായ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ കാര്യം നമുക്ക് പറയാൻ പറ്റും. എത്രയോ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ് സമ്മർദ്ദത്തിലായ രാജ്യം മുഴുവൻ. ഒപ്പം ആത്മഹത്യ ചെയ്ത കുട്ടികൾ ഈ കഴിഞ്ഞ 10-12 വർഷത്തിനകം എത്രയോ, ഇപ്പൊ നീറ്റിന്റെ മാത്രമല്ല, UGC പല തരത്തിലുള്ള എക്സാമുകളുടെ പരീക്ഷാ പേപ്പറുകൾ ചോരുന്നുണ്ട്. CBSEയുടെ ഇപ്രാവശ്യത്തെ എക്സാം പോലും അത്തരത്തിലുള്ളതായിരുന്നു. കുട്ടികൾക്ക് എങ്ങനെ എക്സാം എഴുതണമെന്ന് അറിയാൻ വയ്യാത്ത രീതിയിലായിരുന്നു എന്നാ പറയുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാഭ്യാസ മേഖല അരക്ഷിതാവസ്ഥയിലായിരുന്നു, അരാജകത്വത്തിലായിരുന്നു. തീർച്ചയായും എന്നിട്ടാണ് ഈ ഒരു ധർമ്മേന്ദ്ര പ്രധാൻ അവിടെ കടിച്ചു തൂങ്ങാൻ നോക്കിയത്. ഒരു പക്ഷേ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് സ്വന്തമായി തോന്നിയാൽ പോലും, അദ്ദേഹം പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടാൽ പോലും അത് വേണ്ട എന്ന് പ്രധാനമന്ത്രി മോദിയെ സംബന്ധിച്ച് പറയുള്ളൂ. കാരണം ഇതിന്റെ ആത്യന്തികമായ ഉത്തരവാദിത്വം, നാണക്കേട്, തിരിച്ചടി മുഴുവൻ ഇത് മോദിയുടെ തലയിൽ തന്നെയാണ്. അദ്ദേഹം അത് ഇപ്പോൾ ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്നു. നരേന്ദ്രമോദി, ഇന്ത്യൻ പ്രധാനമന്ത്രി, മുട്ടുമടക്കിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. കാരണം ഈ യുവജനങ്ങൾക്ക് മുന്നിൽ ഇനി പിടിച്ചു നിൽക്കാൻ കെൽപ്പില്ല. കോൺഗ്രസിന്റെ പ്രതിഷേധവും ഉയർന്നു. അതും പാറ്റകൾ എന്ന് വിളിച്ച് ആക്ഷേപിച്ച ഈ കുഞ്ഞുങ്ങൾക്ക് മുമ്പിൽ കീഴടങ്ങേണ്ടി വന്നു. അവരോട് സോഷ്യൽ മീഡിയ വഴി സല്ലപിക്കാനുള്ള ശ്രമം പോലും പരാജയപ്പെട്ടു. ഏറ്റവും ഒടുവിൽ എന്തൊരു കാഴ്ചയൊക്കെയാണ് രാജ്യം കാണേണ്ടി വരിക. ഇത്തരത്തിലുള്ള പേക്കൂത്തുകളും ഒക്കെ കാണേണ്ടി വരുന്നു എന്നുള്ളതാണ്. ചീഫ് ജസ്റ്റിസ് പറയുന്നു, അദ്ദേഹം തന്റെ നിലപാട് തിരുത്തി പറയുന്നു. ഇത്രയും നാളുകൾ പറയാതിരുന്ന നിലപാട് തിരുത്തി പറയുകയാണ്. ഞാൻ ഉദ്ദേശിച്ചത് വ്യാജ അഭിഭാഷകരെയാണ്, യുവാക്കളിൽ വ്യാജ ബിരുദം നേടിയതും വ്യാജ അഭിഭാഷകരെയും ഒക്കെയാണ് ഉദ്ദേശിച്ചത്. ഇന്ത്യയിലെ യുവാക്കളെ ഉദ്ദേശിച്ചല്ല പാറ്റകൾ എന്ന് വിശേഷിപ്പിച്ചത് എന്ന്. അപ്പോ ഇതൊക്കെ മോദിയുടെ കീഴിൽ, അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണകൂടത്തിന്റെ കീഴിൽ ഇതൊക്കെ നടന്നുകൊള്ളും എന്ന് വിശ്വസിച്ചിരിക്കുകയായിരുന്നു ഈ നിമിഷം വരെ. അതിനാണ് ഇപ്പോൾ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. ഇനി ഒരു നിലനിൽപ്പില്ല എന്ന് തെളിഞ്ഞിരിക്കുന്നു. RSS പോലും ഈ അടുത്ത ദിവസങ്ങളിൽ, അല്ലെങ്കിൽ കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ്, ഈ ഒരു വിദ്യാർത്ഥികളെ കേൾക്കണം, അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ കാര്യങ്ങൾ അംഗീകരിക്കണം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് മാറി എന്ന് പറയുമ്പോൾ അത്രമാത്രം ഈ വിദ്യാർത്ഥി പ്രസ്ഥാനം ജനങ്ങൾക്കിടയിൽ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഓരോ വീട്ടിലും ഉണ്ടാവും ഇത്തരത്തിലൊരു നീറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു എക്സാം എഴുതുന്ന ഒരു കുട്ടി. അപ്പൊ എല്ലാ മാതാപിതാക്കളും ഒരുപക്ഷെ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾ മാത്രമല്ല, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കുടുംബം മൊത്തമായി ചിന്തിക്കുന്നത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ, അല്ലെങ്കിൽ RSSന്റെ ഒരു അജണ്ട ആയിരിക്കാം. മറ്റു നിലനിൽപ്പില്ല, വേറെ മാർഗങ്ങളില്ല. അപ്പൊ അതുകൊണ്ട് ഇനി അവരെ സപ്പോർട്ട് ചെയ്തേ പറ്റും. RSS എല്ലാ കാലത്തും ഉപദേശം നൽകുന്നുണ്ട്. അത് RSSന്റെ സംഘപരിവാറിന്റെ ഉപദേശം സ്വീകരിച്ച് തന്നെയാണ് പല കാര്യങ്ങളിലും പ്രധാനമന്ത്രി തീരുമാനമെടുക്കുന്നതും. ഇത്തവണയും RSS ഇതിന് നിലപാട് വ്യക്തമാക്കിയില്ലെങ്കിൽ RSSന്റെ ഉദ്ദേശശുദ്ധി ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് RSSും എത്തും. അവരുടെ സംഘടനാ സംവിധാനമാണ്, കേരള സംവിധാനമാണ്. അപ്പോൾ അവരും വിമർശനം നേരിടും. ഇത്ര വലിയ പ്രതിഷേധം രാജ്യമെങ്ങും ഉയരുന്നു. ആ സമയത്ത് രാജ്യത്തെ പ്രമുഖ വ്യക്തികളൊന്നും കാര്യമായി ഒന്നും പ്രതികരിച്ചിട്ടില്ല. എല്ലാവർക്കും
ഭയമാണല്ലോ. ഒരു ഭയം നരേന്ദ്രമോദിയെ കേന്ദ്ര സർക്കാരിനെ പോലും സംബന്ധിച്ച് ഒരു ഭയം ഇങ്ങനെ നിൽക്കുന്ന മുകളിൽ ഇൻകം ടാക്സ് വരും, ED വരും, അല്ലെങ്കിൽ പാർലമെന്റിലൊക്കെ ഉറക്കെ പറയാണ് നിങ്ങൾ അടങ്ങിയിരുന്നുള്ളൂ, അല്ലെങ്കിൽ ED വരും എന്നൊക്കെയാണ് ഒരു പ്രതിനിധി തന്നെ പാർലമെന്റിൽ പറയുന്നത്. അത്തരത്തിലുള്ള ഭയപ്പെടുത്തലുകളൊക്കെ നിൽക്കുമ്പോൾ രാജ്യത്തെ പ്രമുഖരൊന്നും പ്രതികരിക്കുന്നുമില്ല. എന്നാലും കേരളത്തിൽ നിന്ന് ഉൾപ്പെടെ ചിലർ പ്രതികരിച്ചു. അതിനെയൊക്കെ ഇതൊന്നും അല്ല, ഇതൊക്കെ വെറും എന്താ പറയാ, ഒരു ആവശ്യമില്ല, രാജ്യവിരുദ്ധതയാണ്, രാജ്യദ്രോഹികളാണ് ഇവരൊക്കെ, ദേശീയതയ്ക്ക് കളങ്കമാണ് ഇതെന്ന രീതിയിൽ ഇവരെ അന്ധമായി സപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു വിഭാഗവും കണ്ടു. അവരൊക്കെ ഇനി എന്ത് പറയും എന്ന് വേണം അറിയാൻ, ഇവരൊക്കെ നിലപാട് മാറ്റുമോ എന്ന് വേണം അറിയേണ്ടത്. എന്തായാലും കേന്ദ്ര സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നു, മോദിയുടെ അടി പതറിയിരിക്കുന്നു. ഇതിലൊരു കാര്യം, ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മന്ത്രി തന്നെ അല്ലെങ്കിൽ ഒരു ക്യാബിനറ്റ് അംഗം തന്നെ എന്ന് പറഞ്ഞിരുന്നു ED വരും എന്നുള്ളത്. അതുമായി ബന്ധപ്പെട്ട് ചോദിക്കാനുള്ളത്, ഇനിയിപ്പോ CJP എന്ന് പറയുന്ന ആ ഒരു പ്രസ്ഥാനം, അതിന്റെ ഭാവി എന്തായിരിക്കും, അതെങ്ങനെയായിരിക്കും ഇനി മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്? ഇപ്പൊ ഈ അഭിജിത്ത് ദീപ്കെ എന്ന് പറയുന്ന ആ ഒരു പയ്യനാണ് ഇത്രയേറെ ടൈഫോയിഡ് ബാധിതനാണ്, പക്ഷെ എന്നിട്ട് പോലും സമരപന്തലിൽ നിന്ന് മാറിയില്ല എന്നുള്ളതാണ്. അപ്പൊ ഇനി അതിന്റെ ഭാവി, ഈ CJP എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ ഭാവി എന്തായിരിക്കും? CJPയുടെ ഭാവി നോക്കിയിരുന്ന് കാണേണ്ടതുണ്ട്. കാരണം CJP രൂപം കൊണ്ടത് ഈ ചീഫ് ജസ്റ്റിസിന്റെ ഒറ്റ പരാമർശത്തിലാണ്. ഇന്ത്യൻ യുവജനങ്ങളെ പാറ്റ എന്ന് വിമർശിച്ചതിൽ, അധിക്ഷേപിച്ചതിൽ തുടർന്ന് രൂപം കൊണ്ടതാണ് ഈ ഒരു സംവിധാനം. പ്രസ്ഥാനം എന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല, ഓൺലൈനാണ്. അപ്പോ അതിനെ തുടർന്ന് ആ ഒരു ലക്ഷ്യത്തിൽ മാത്രം ഉറച്ചു നിന്നതാണ്. നമുക്കറിയാം, ഈ കുട്ടികൾ പല വിധത്തിൽ മാസങ്ങളായി ദിവസങ്ങളായി അവിടെ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. പോലീസിന്റെ തല്ലുവാങ്ങുന്നു, ചോര ഒലിപ്പിക്കുന്നു. അപ്പോ ഇവരൊക്കെ ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവരും വിദ്യാർത്ഥികളും അല്ലെങ്കിൽ ചെറിയ തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവരും ഒക്കെയാണ്. എപ്പോഴും ഈ കൂട്ടം കൂടി നിന്ന് സമരം നടത്താനൊക്കെ അവർക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നവരാണ്. തീർച്ചയായും ഇനി CJP ഒരു നിലപാടെടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും എന്നുള്ളത് ശ്രദ്ധേയമായിരിക്കും. ഒരു രാഷ്ട്രീയ പാർട്ടിയായി അവർ ഫോം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ, ഉണ്ടെങ്കിൽ അതിന് പൊതുസമൂഹം എത്രമാത്രം വില കൽപ്പിക്കും എന്നുള്ളതാണ് ഒരു ചോദ്യമായി നിൽക്കുന്നത്. കാരണം ഇപ്പോൾ ഒരു രാജ്യം മുഴുവൻ നേരിട്ട ഒരു പ്രശ്നത്തിന് വേണ്ടി അവർ ഒന്നിച്ചപ്പോൾ രാജ്യത്തെ പല സംവിധാനങ്ങളും അവർക്കൊപ്പം നിന്നു എന്നുള്ളതാണ്. മീൻസ് പൊളിറ്റിക്കൽ പാർട്ടി ഉൾപ്പെടെ ജനങ്ങൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ മറ്റു തരത്തിൽ അവരുടെ ഒരു സപ്പോർട്ട് നൽകി എന്നുള്ളതാണ്. ഇനിയും അത് വേറൊരു രീതിയിലേക്ക് എത്തരത്തിൽ കൊണ്ടുപോകും, അതൊക്കെ എനിക്ക് തോന്നുന്നു CJP അക്കാര്യത്തിലൊക്കെ വളരെ വ്യക്തമായി ആലോചിച്ച് മാത്രമേ തീരുമാനമെടുക്കൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. രാഷ്ട്രീയ പാർട്ടിയായി ഒരു പ്രത്യയ ശാസ്ത്രവും മറ്റു കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ എങ്ങനെ കഴിയുമെന്നുള്ളൊരു ചോദ്യചിഹ്നമാണ്.